ഭാരതത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാറിന് അനുമതി. ഫ്രാൻസിൽ നിന്ന് 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അക്വിസിഷൻ കൌൺസിൽ അംഗീകാരം നൽകി. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഭാരത സന്ദർശനത്തിന് മുൻപായാണ് നിർണായക തീരുമാനം. ഫ്രാൻസിൽ നിന്ന് 114 റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ യോഗമാണ് ഭാരതത്തിന്റെ എക്കാലത്തെയും വലിയ പ്രതിരോധ കരാറിന് അനുമതി നൽകിയത്. 3.25 ലക്ഷം കോടി രൂപയുടെ കരാറിന് പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി നേരത്തെ അനുമതി നൽകിയിരുന്നു. കരാറിലൂടെ 18 ജെറ്റുകൾ ഫ്രാൻസിൽ നിന്ന് നേരിട്ടെത്തിക്കാനും 96 വിമാനങ്ങൾ ഭാരതത്തിൽ തന്നെ നിർമ്മിക്കാനുമാണ് തീരുമാനം. കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ സൈന്യത്തിലെ റഫാൽ ജെറ്റുകളുടെ എണ്ണം 176 ഉയരും. വ്യോമസേനയ്ക്ക് നിലവിൽ 36 റഫാൽ വിമാനങ്ങളുണ്ട്. ഈ മാസം 18 മുതൽ 20 വരെ നടക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഭാരതത്തിലെത്തുന്നതിന് മുൻപായാണ് നിർണായക തീരുമാനം. നാവികസേനയ്ക്ക് പുതിയ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനും ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ യോഗം അംഗീകാരം നൽകി. യുദ്ധവിമാനങ്ങളുടെ ശ്രേണി വർദ്ധിപ്പിക്കാൻ ഭാരതം ഒരുങ്ങിയെന്നും ഓപ്പറേഷൻ സിന്ദൂറിലെ ഹീറോയാണ് റഫേൽ യുദ്ധവിമാനമെന്നും വ്യോമസേന വൈസ് ചീഫ് എയർ മാർഷൽ നാഗേഷ് കപൂർ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി.